Welcome to New Choice. Today we are going to learn the correct pronunciation of Malayalam consonants. മലയാളം വ്യഞ്ജനാക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണം നമുക്ക് നോക്കാം. These are the consonants in Malayalam language. മലയാള വ്യഞ്ജനാക്ഷരങ്ങൾ ഓരോ ലെറ്റേഴ്സായി ഉച്ചരിക്കുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വ്യഞ്ജനാക്ഷരങ്ങൾ മൊത്തമായി എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് ഉച്ചരിക്കുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോ. ക, ഖ, ഗ, ഖ, ങ ഇതിനെ കവർഗം എന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുന്നത്. ച, ഛ, ജ, ഝ, ഞ ചവർഗം. ട, ഠ, ഡ, ഢ, ണ ടവർഗം. തവർഗം. ത, ഥ, ദ, ധ, ന പവർഗം. പ, ഫ, ബ, ഭ, മ. ഇനി ഇവ ഉച്ചരിക്കുന്നത് ഖരം. ഖരം എന്ന ഗ്രൂപ്പിൽ വരുന്നത് ക, ച, ട, ത, പ. ഖരം എന്നാൽ കുറച്ച് കട്ടിയോടുകൂടി തന്നെ ഉച്ചരിക്കണം. ക, ച, ട, ത, പ. അടുത്തത് അതിഖരം. അതിഖരത്തിൽ വരുന്നത് ഇവിടെ ഖരത്തിൽ ഉച്ചരിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഹാർഡായി. ഇത് ക എന്ന് ഇംഗ്ലീഷിൽ ഉച്ചരിക്കുമ്പോൾ അതിഖരമാകുമ്പോൾ ക പ്ലസ് ഹ, ഖ എന്നുച്ചരിക്കുക. ഛ, ഠ, ഥ, ഭ ഇങ്ങനെ ഉച്ചരിക്കണം. ഖരത്തിനേക്കാൾ കുറച്ചുകൂടി ഹാർഡായിട്ടാണ് അതിഖരത്തിൽ ഉച്ചരിക്കേണ്ടത്. എന്നാൽ അടുത്ത മൃദു. മൃദു എന്ന ഗ്രൂപ്പിൽ വളരെ സോഫ്റ്റായി മാത്രം ഉച്ചരിക്കുക. ഗ, ജ, ഡ, ദ, ബ. നെക്സ്റ്റ് ഘോഷം. അത് മുഴങ്ങുന്ന രീതിയിൽ ഗ, ജി, എ ആയിട്ടാണ് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ കഴിയുന്നതെങ്കിൽ ഘ വരുമ്പോൾ ജി, എച്ച്, എ. ഘ, ജ, ഝ. ഡ, ഢ. ദ, ധ. ബ, ഭ. ലാസ്റ്റ് ഗ്രൂപ്പ് അനുനാസികം. അനുനാസികം നമ്മൾ മൂക്കും വായും രണ്ടിൻ്റെയും സഹായത്താലാണ് ഉച്ചരിക്കുന്നത്. അനുനാസികം ചില മലയാള അക്ഷരങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സെയിം ലെറ്റർ തന്നെ പലയിടത്തും ഉപയോഗിക്കേണ്ടതായി വരാറുണ്ട്. ന, ന, എൻ, എ തന്നെയാണ് നമുക്കവിടെ ഉപയോഗിക്കാൻ കഴിയുക. പക്ഷേ മലയാളത്തിൽ ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഡിഫറൻ്റ് ആണ്. ങ, ഞ, ന, ന, മ. മൂക്കിൻ്റെയും കൂടി സഹായത്താൽ, അതാണ് നാസികയുടെ സഹായത്താൽ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് അനുനാസികം. ങ, ഞ, ണ, ന, മ. ഇനി ഇതിൽ കവർഗത്തെ കണ്ഠ്യം എന്നുകൂടി പറയുന്നുണ്ട്. കണ്ഠ്യം എന്നാൽ കണ്ഠം ഉപയോഗിച്ച്, തൊണ്ട ഉപയോഗിച്ച് ഉച്ചരിക്കുന്നവ എന്ന് പറയാം. ക, ഖ, ഗ, ഘ, ങ ത്രോട്ടിൻ്റെ സഹായത്താലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചവർഗം. ചവർഗം താലവ്യം എന്നാണ് പറയുക. നമ്മുടെ അണ്ണാക്ക് ഉപയോഗിച്ച് ഉച്ചരിക്കുന്നത് എന്ന് പറയും. താലവ്യം. ച, ഝ, ജ, ഝ, ഞ. നെക്സ്റ്റ് ടവർഗം. ടവർഗം മൂർധാവ് ഉപയോഗിച്ച് പ്രൊനൗൺസ് ചെയ്യുന്നതായിട്ട് പറയും. അതായത് ട, ഢ, ഡ, ഠ, ണ. ഈ ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ ടങ്ക് മുകൾ ഭാഗത്ത് തട്ടുന്നുണ്ടാവും. ട, ഠ, ഡ, ഢ, ണ. അടുത്തത്
തവർഗം. ദന്ത്യം എന്നാണ് തവർഗത്തെ പറയുക. നമ്മുടെ ടീത്തിൻ്റെ സഹായത്താലാണ് ഉച്ചരിക്കുന്നത്. ത, ഥ, ദ, ധ, ന. അടുത്തത് പവർഗം. ഓഷ്ട്യം എന്നാണ് പറയുക. ചുണ്ടിൻ്റെ സഹായത്താലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പ, ഭ, ബ, ഭ, മ. ഇത്രയുമാണ് ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഭ, ബ, ഭ, മ. ഇനി ഇവയിൽ ഉൾപ്പെടാത്ത കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടിയുണ്ട്. യ, ര, ല, വ. ഇവയെ മധ്യമങ്ങൾ എന്നാണ് പറയുക. യ, ര, ല, വ. യ, ര, ല, വ. അടുത്തത് ഊഷ്മാക്കൾ എന്ന് പറയും. ശ, ഷ, സ. ശ, ഷ, സ. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലെറ്റേഴ്സിന്. ശ, ഷ, സ. ശ, ഷ, സ. അടുത്തത് ഹ. ഘോഷി എന്നാണ് പറയുക. ഹ, ഹ. ള, ഴ, റ. ഇവയും മധ്യമങ്ങളിൽ പെടുന്നതാണ്. ള, ഴ, റ. ഇവയും മൂർധാവ് ഉപയോഗിച്ച് ഉച്ചരിക്കുന്നതാണ്. ള, ഴ, റ. ഇവയും ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ടങ്ക് മുകളിൽ തട്ടുന്നതാണ്. ഏതു ഭാഷയും പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ അക്ഷരങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാനും കൃത്യമായി എഴുതാനും പഠിക്കുക. എന്നാൽ മാത്രമേ വാക്കുകളും വാക്യങ്ങളും വലിയ വലിയ പാരഗ്രാഫുകളും എഴുതുമ്പോഴും വായിക്കുമ്പോഴും തെറ്റാതിരിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും മലയാളം, ഹിന്ദി ഈ ഭാഷകളിൽ ഇംഗ്ലീഷിനെ അപേക്ഷിച്ച് ധാരാളം അക്ഷരങ്ങളുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളവും ഹിന്ദിയും വായിക്കുന്നതിനും എഴുതുന്നതിനും വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതായി കാണാറുണ്ട്. അതുകൊണ്ടാണ് മലയാള അക്ഷരങ്ങളുടെ ഉച്ചാരണം വ്യക്തമായി ഒന്നുകൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഹിന്ദി അക്ഷരങ്ങളുടെ ഉച്ചാരണവും ഇതുപോലെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. താങ്ക് യു.